സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകളുടെ പ്രാധാന്യം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമുക്ക് കുട്ടികളുടെ ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം, അല്ലെങ്കിൽ അവർക്കൊരു സെൽഫ് അസസ്മെന്റ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഗൂഗിൾ ഫോംസ് അല്ലെങ്കിൽ ഗൂഗിൾ ക്വിസ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത്. വളരെ ഏറ്റവും അനുയോജ്യമായ ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ഫോംസിനെ പോലെ അത്രയും മികച്ച രീതിയിൽ അത് നിർവഹിക്കാൻ പറ്റുന്ന മറ്റ് അങ്ങനത്തെ സംവിധാനം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺലൈനായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഓൺലൈനിൽ കൂടെ മാത്രമാണ് നമുക്ക് ഗൂഗിൾ ഫോംസും ഗൂഗിൾ ക്വിസും ഒക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ ഇതിന് ബദലല്ല, അതിന് ഇതേപോലെ ഓഫ്ലൈനിൽ ചെയ്യാൻ പറ്റാവുന്ന വല്ല സംവിധാനം ഉണ്ടോ എന്നുള്ള, ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ ഈ ഇതിൽ നോക്കുന്നത്. അതായത് ഈ സോഫ്റ്റ്വെയറിന്റെ പേര് ഓ ക്വിസ് മേക്കർ എന്നാണ്. ഓ ക്വിസ് എന്നുള്ളത് ഓഫ്ലൈൻ ക്വിസ് എന്നുള്ളതിന്റെ ഒരു ചുരുക്കപ്പേരാണ്. അപ്പൊ ഓ ക്വിസ് മേക്കർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇത് ഗാംബാസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തയ്യാറാക്കിയതാണ്. അതിന്റെ ഒരു ഇൻസ്റ്റലേഷൻ ഫയലാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് വേണം? ഗാംബാസ് വേണം. അപ്പോൾ ഇൻസ്റ്റലേഷന്റെ സമയത്ത് നിങ്ങൾ ഇന്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ നമുക്കിത് ഗാംബാസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടില്ല. ഗാംബാസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഈ പ്രോഗ്രാം വർക്കാവില്ല. അപ്പൊ ആ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഒരു സിപ്പ് ഫയലാണ് ആക്ച്വലി. ഓക്യുസ് മേക്കർ 1.0.zip എന്ന് പറയുന്ന ഒരു സിപ്പ് ഫയലാണ്. ഈ സിപ്പ് ഫയൽ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോൾഡർ വരും, GQuiz Maker 1.0 എന്ന് പറയുന്ന ഫോൾഡർ വരും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. അതിന്റെ ഉള്ളില് ഇങ്ങനെ രണ്ട് ഫയലുകൾ കാണാം. install.sh ഒരു ഡെബ് ഫയലും കാണാം. ഈ ഡെബ് ഫയലാണ് നമുക്ക് ആവശ്യമായ പ്രോഗ്രാമിന്റെ സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ. പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ അത് എന്തുകൂടി വേണം? നമുക്ക് ഗാംബാസ് വേണം, നേരത്തെ പറഞ്ഞു. അപ്പൊ ഗാംബാസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് install.sh എന്ന് പറയുന്ന ഷെൽ സ്ക്രിപ്റ്റ്. ഈ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റും എഴുതിയത് കാരണം എല്ലാം ഒന്നിച്ച് ചെയ്യും. ആദ്യം ഗാംബാസ് ഇൻസ്റ്റാൾ ആവും, പിന്നീട് നമ്മുടെ ഈ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ആവും. അപ്പൊ അത് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ .sh എന്ന് പറയുന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ വരിക. അതിന്റെ പെർമിഷൻ എക്സിക്യൂട്ട് എന്നുള്ളത് ടിക്ക് മാർക്ക് ചെയ്യണം. അലോ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡയലോഗ് ക്ലോസ് ചെയ്തിട്ട് install.sh ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ റണ്ണിങ് ടെർമിനൽ എന്നുള്ള ഓപ്ഷൻ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഗാംബാസ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. അതിനുശേഷം ഈ ഡെബ് ഫയലും അതിൽ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിക്കുന്നില്ല, അത് ആൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രവർത്തിപ്പിക്കാം. ഈ നമ്മുടെ ആവശ്യമായ ഈ സോഫ്റ്റ്വെയർ ഓക്യുസ് മേക്കർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുവാൻ നമ്മൾ അപ്ലിക്കേഷനിൽ വരുന്നു. അതിൽ എഡ്യൂക്കേഷൻ എന്നുള്ള ജാലത്തില് അപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന ക്രമത്തില് നോക്കിക്കഴിഞ്ഞാൽ അടിയില് ഓക്യുസ് മേക്കർ എന്ന് കാണാം. എ സിമ്പിൾ HTML ക്വിസ് മേക്കർ റിട്ടൺ ഇൻ ഗാംബാസ് 3. ഗാംബാസ് 3 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു HTML ക്വിസ് മേക്കർ ആണ്. HTML പേജുകൾ നമുക്കറിയാം, ഇപ്പൊ ഗൂഗിൾ ഫോം ഒക്കെ HTML പേജാണ്. അപ്പൊ ഇത് ഓഫ്ലൈൻ ആയ ഒരു HTML പേജിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്വിസ് മേക്കർ ആണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ജാലകം, ഇതാണ് അതിന്റെ ആദ്യത്തെ വിൻഡോ. അതിൽ സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ജാലകമാണ് വരിക. ഇത് ഇത് ഫില്ല് ചെയ്യാതെ നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇത് എക്സാം ഡീറ്റെയിൽസ് ആണ്. ഈ എക്സാമിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ക്രിയേറ്റഡ് ബൈ, ഇപ്പൊ നിങ്ങളാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേര്, ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ ടീച്ചറുടെ പേര്, സബ്ജക്റ്റ് ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, മാത്സ്,
ടോപ്പിക്ക്, പിന്നെ ഇതിനെന്തെങ്കിലും ഒരു പേര്, ക്വിസിന് ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ഈ 4 ഫീൽഡുകളും കൊടുത്താൽ മാത്രമേ നമുക്ക് ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ള ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ആഡ് ക്വസ്റ്റ്യനിൽ എത്തിക്കഴിഞ്ഞാൽ 10 ചോദ്യങ്ങളാണ് ഉള്ളത്. ഇതിൽ 10 ചോദ്യങ്ങളെ പറ്റുള്ളൂ. അത്രയും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. 10 ചോദ്യങ്ങളുടെ ഒരു ക്വിസാണ്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ബോക്സ് വരും. ഓപ്പൺ ഫയൽ ബോക്സ് ആണ്. ഇതിൽ നമുക്ക് ആവശ്യമായ ഒരു ചിത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. ശരിയൊക്കെ ചിത്ര ഫയലുകളാണ്. അപ്പൊ ചിത്ര ഫയലുകളായിട്ടേ നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒന്നുകൂടി നോക്കാം. ഞാൻ എക്സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു ചിത്രം ഫയൽ കൊണ്ടുവന്നു അതിന്റെ പ്രീവ്യൂ കാണിച്ചു തരും. നമ്മൾ സെലക്ട് ചെയ്ത് ചിത്രത്തിന്റെ പ്രീവ്യൂ കാണിച്ചു തരും. ഇനി നമ്മളിവിടെ 3 ഓപ്ഷനുകൾ ഇതിൽ കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും 3 ഓപ്ഷനുകൾ അടിക്കുന്നു. ഈ 3 ഓപ്ഷൻ അടിച്ചാൽ താഴെ ശരി ഉത്തരം എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് നമ്മൾ പറയണം. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഉത്തരം സെലക്ട് ചെയ്തു. ചെക്ക് ബോക്സ് ആണ്, ഇടതുവശത്ത് ചെക്ക് ബോക്സ് ആണ്. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കൺഫേം എന്നുള്ള ഒരു ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി ശ്രദ്ധിക്കുക, ഈ ഇടതുവശത്തെ ചോദ്യം എന്നുള്ള ബട്ടൺ പച്ചയാവും. കൂടാതെ റൈറ്റ് സൈഡിൽ ഒരു നീല ബട്ടൺ പുതുതായിട്ട് വരും. അത് ആഡ് ടു HTML എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി ഇപ്പൊ നിങ്ങൾ കൊടുത്ത ഒരു ചോദ്യത്തിന്റെ ചിത്രവും അതിന്റെ 3 ഓപ്ഷനുകളും ശരി ഉത്തരവും ഒരു HTML പേജിലേക്ക് ആഡ് ചെയ്തു. ഇങ്ങനെ ബാക്കി എല്ലാ ചിത്രങ്ങളും നമ്മൾ ഇതേപോലെ ചെയ്യാം. പ്രിവ്യൂ കാണും. പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമാണ്. 3 ഓപ്ഷനുകൾ കൊടുക്കുക. അത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ചെയ്യുക. ആഡ് ടു HTML എന്ന് കൊടുക്കുക. ഇങ്ങനെ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ചെയ്യുന്നു. ഇവിടെ ഞാൻ വെറുതെ സാമ്പിളായിട്ട് ചെയ്യാണ്. അപ്പൊ ഈ 10 ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. ഒമ്പത് ചോദ്യമായി. 10ാമത് ചോദ്യം. 10ാമത്തെ ചോദ്യമാണ് നമ്മൾ കൊടുക്കുന്നത്. ചോദ്യങ്ങളും നമ്മൾ ചിത്ര ഫയലുകളായിട്ട് ആഡ് ചെയ്ത് ആൻസർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് HTML ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും. അതായത് നമ്മൾ കൊടുത്ത ചിത്രങ്ങളും ഓപ്ഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതൊരു HTML പേജ് തയ്യാറാക്കുക. അപ്പൊ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്തായിട്ടും ജനറേറ്റ് ചെയ്യും. ഒരു ഫയർഫോക്സിൽ ഒരു ജാലകമായിട്ട് ഇങ്ങനെ ഒരു HTML പരീക്ഷ പേജ് തുറന്നു വരും. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നോക്കുക. യൂണിറ്റ് ടെസ്റ്റ് 1 മാത്സ് സർക്കിൾ ബൈ ടീച്ചർ, ഇതൊക്കെ നമ്മൾ ആദ്യം കൊടുത്തതാണ്. ഇനി ഈ പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അതിന്റെ മുകളിൽ നമ്മളൊരു ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ നമ്മൾ ഉണ്ടാക്കിയ ചോദ്യങ്ങളും അവയുടെ ഉത്തരം താഴെ ഒരു ഡ്രോപ്പ് ലിസ്റ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും.
അപ്പൊ ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ കുട്ടികള് ഇത് ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇവിടെ ഒരു ചോദ്യം മാത്രം ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും താഴെ മാർക്ക് പരിശോധിക്കാം എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എനിക്ക് ചെയ്ത കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഇവിടെ ഒന്നും ശരിയായിട്ടില്ല, 10ൽ 0 മാർക്കാണ് കിട്ടിയത്. അപ്പൊ യഥാർത്ഥത്തിൽ ശരിയായ ഉത്തരങ്ങള് ഒരു കള്ളിയിലും കുട്ടിയുടെ ഉത്തരങ്ങള് മറ്റൊരു കള്ളിയിലും ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ക്വിസായിട്ട് ഇത് നടത്താം. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ജനറേറ്റ് ചെയ്ത ഈ പേജ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നു, നമ്മൾ സ്വയം പരിശോധിക്കുന്നു. അതിനുശേഷം ഏറ്റവും താഴെ ആ ജാലം ക്ലോസ് ചെയ്താൽ ഏറ്റവും താഴെ എക്സ്പോർട്ട് ദ എക്സാം എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് നമ്മളിപ്പോ തയ്യാറാക്കിയ ഈ HTML പേജ് പരീക്ഷ നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം. അപ്പൊ അതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ എക്സ്പോർട്ട് എക്സാം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ OQS മേക്കർ ക്ലോസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഡെസ്ക്ടോപ്പില് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഫോൾഡർ, പുതുതായിട്ടൊരു ഫോൾഡർ വന്നിട്ടുണ്ടാവും. എക്സാം എക്സ്പോർട്ട് എന്നാണ് അതിന്റെ പേര്. അത് തുറന്നു കഴിഞ്ഞാൽ അതില് ഈ 10 ചോദ്യ ഫയലുകളും നമ്മൾ ഉണ്ടാക്കിയ gamexam.html എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാവും. അപ്പൊ ഈ ഫോൾഡർ മൊത്തമായിട്ട് നമ്മൾ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ തുറക്കുക. ഏത് എക്സാം എക്സ്പോർട്ട് എന്നുള്ള ഫോൾഡർ തുറന്ന് അതിന്റെ ഉള്ളിൽ gamexam.html എന്നൊരു ഫയൽ ഉണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ പരീക്ഷ വീണ്ടും എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം, ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഫോൾഡർ മൊത്തമായിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റണം. എന്നാലാണ് നമുക്ക് ആ സിസ്റ്റത്തിലും പരീക്ഷ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഗാംബാസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണ് ചില പ്രശ്നങ്ങൾ വരാം. അത് പരമാവധി പരിഹരിച്ച ഒരു പതിപ്പായിട്ടാണ് ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ നോക്കിയത്. 1-2 പ്രാവശ്യം നോക്കി, എനിക്ക് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും പരിശോധിക്കുക. OQS മേക്കർ എന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ട് നമുക്ക് HTML പേജുകൾ, പരീക്ഷാ പേജുകൾ തയ്യാറാക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ.